ഞാൻ ആ വീഡിയോയിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്നത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നമ്മളെ ജോലി എടുക്കാൻ തുടങ്ങിയത് മുതൽ സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും. അധികം ഒരു എന്താ പറയുക പൊങ്ങച്ചത്തിന്റെ പേരിൽ കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നാട്ടിൽ ഉമ്മ പറയും, അപ്പൊ ഇത്ര പൈസ അയച്ചു കൊടുക്കും, കുടുംബത്തിൽ എല്ലാവർക്കും 1000-2000 വെച്ച് ഇങ്ങനെ കൊടുക്കും. ഓൻ തന്ന സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും, ഒരു പ്രൗഡ് പോലെ. സദഖ പോലെ സ്വകാര്യമായിട്ട് വെക്കേണ്ടതല്ല സക്കാത്ത്. കാരണം സക്കാത്ത് കൊടുക്കുന്നവന്റെ അവകാശമല്ല, അത് സ്വീകരിക്കുന്നവന്റെ അവകാശമാണ്. കൊടുക്കുന്നവന്റെ ജോബ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണോ സക്കാത്ത് കൊടുക്കുന്നത് അയാൾ സക്കാത്തിന് അർഹനാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് മാത്രമാണ്. ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗിൾ ഉള്ള ഒരു വ്യക്തിയെ എടുത്തു കഴിഞ്ഞാൽ അയാളെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരുത്തിന് അടിപൊളി കോടീശ്വരനായിരിക്കും, ചിലപ്പം കുറേ ആൾക്കാർ കോടീശ്വരന്മാരായിരിക്കും. അങ്ങനെയുള്ളവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലെ മൊത്തം പാവങ്ങളുടെ ഇഷ്യൂസ് ക്ലിയർ ആക്കി കൊടുക്കാൻ പറ്റൂലേ? അല്ലാതെ നമ്മൾ ഈ കൊടുക്കുന്ന 1000-2000 കൊണ്ട് നേരത്തെ എന്തെങ്കിലും കാര്യം ക്ലിയർ ആവും എന്നല്ലേ ഉള്ളൂ. ഫിനാൻഷ്യലി സ്ട്രഗിൾ ഉള്ള ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. സമ്പാദിക്കുന്നതൊക്കെ ബാങ്ക് ലോൺ അടക്കാനും അങ്ങനെയൊക്കെ തീർന്നങ്ങ് പോകും. എന്നാൽ അയാളെ കടം മൊത്തം അങ്ങ് തീർത്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനി അങ്ങോട്ട് അയാൾ ഒന്നും കൂടി ആക്റ്റീവ് ആവും, അയാൾ എനർജി ഉഷാറാവും, അയാൾ ഒന്നും കൂടി ആക്റ്റീവായി വർക്ക് ചെയ്യും. ഈ വർഷം അയാൾ സക്കാത്തിന് അർഹനാണെങ്കിൽ അടുത്ത വർഷം അയാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റിയാലോ? ഇത് വലിയ കാര്യമല്ലേ? ആൾക്കാരുടെ മുന്നിൽ കൈനീട്ടി നടക്കുന്ന ആൾക്കാർ എപ്പോഴും സമർത്ഥരാണ്. ഇവർ അവരുടെ സ്ട്രഗിൾ ഇങ്ങനെ പറഞ്ഞിട്ട് സമർത്ഥമായി ജീവിച്ചു പോകും. പക്ഷേ മിഡിൽ ക്ലാസ് ഫാമിലീസ് ഉണ്ട്, ഉള്ളിൽ തകർന്നിട്ടുണ്ടാവും ഫിനാൻഷ്യലി, ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ട് നമുക്ക് നമ്മളെ സക്കാത്തിന്റെ എമൗണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, നമുക്ക് അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഈ കൊല്ലം അവരുടെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ മുതൽ അവർ സക്കാത്ത് കൊടുക്കാൻ തുടങ്ങും. അവിടെയാണ് പോയിന്റ്. നമ്മളെ സമ്പത്തിന്റെ സക്കാത്തിന്റെ എമൗണ്ട് എടുക്കുക, കുടുംബത്തിൽ ശരിക്കും പ്രശ്നം നേരിടുന്ന വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് മാറ്റാൻ പറ്റി കൊടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് വേ ഒരാളങ്ങ് ക്ലിയർ ആക്കി കൊടുക്കുക. ഓരോ കൊല്ലവും ഓരോരുത്തരുടേത്, ആദ്യം കുടുംബം, പിന്നെ അയൽവാസികൾ, പിന്നെ അങ്ങോട്ട് ജോലി നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവര്, അങ്ങനെ ഓരോരുത്തർ നിങ്ങൾ ഇഷ്ടത്തിൽ സെലക്ട് ചെയ്യാം. ഈ സക്കാത്തിനെ കുറിച്ച് പറയരുത്, ഒളിപ്പിച്ച് വെക്കണമെന്നൊന്നുമില്ല. കാരണം സക്കാത്ത് ഇപ്പം ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അവകാശമൊന്നുമല്ല. ആർക്കാണോ സക്കാത്ത് കൊടുക്കേണ്ടത് അവരുടെ അവകാശമാണ്. ഞാൻ എൻ്റെ കടമ നിറവേറ്റുക, എൻ്റെ ജോബ് മാത്രമാണ് ആർക്ക് കൊടുക്കണം എന്നുള്ളത്. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മൾ ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുക. ശരിക്കും പ്രശ്നം നേരിടുന്ന ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവരുടെ പൂർണ്ണമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് നിങ്ങളെ സക്കാത്ത് കൊണ്ട് ക്ലിയർ ആവുമെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. നമ്മളെ പേരിന് വേണ്ടി പ്രൗഡിന് വേണ്ടി ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു പെരുന്നാക്കോടി എടുക്കേണ്ട എമൗണ്ട് കുറേ ആക്കാൻ കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ മേലെ നടക്കും. അതിലെന്ത് കാര്യം? കൊടുക്കുന്ന സക്കാത്തിനൊരു പവർ വേണ്ടേ? അത്രയേ ഞാൻ ആ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. താങ്ക് യു.